ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഓണം സീരീസിൻ്റെ അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം. അത് നമ്മൾ ഒരു അച്ചാറാണ്, വടുകപ്പുളി വെച്ചിട്ട് തന്നെ അച്ചാറാണ് കേട്ടോ. എൻ്റെ ഓണം റെസിപ്പീസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലിലൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോഴല്ലേ എനിക്ക് നിങ്ങൾക്ക് എൻ്റെ പാചകം ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ലൈക്ക് എന്തായാലും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ വടുകപ്പുളി നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ കുരു ഒന്നും പാടില്ല, കുരു ഒഴിക്കുമ്പോൾ കഴിക്കുകയുള്ളൂ. തൊലി ചെത്തേണ്ട ആവശ്യമില്ല. തൊലി ചെത്തുന്നവരും ഉണ്ട്. എനിക്കിങ്ങനെ തൊലിയോട് കൂടിയിട്ടുള്ളതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അതിങ്ങനെ കടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിനെ ഒരു ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പാകത്തിനായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ വടുകപ്പുളിയും ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം വലിയൊരു മീഡിയം സൈസുള്ള ഒരെണ്ണമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇരുമ്പ് ചട്ടിയിലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് പിന്നെ 1 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയുടെ കൂടെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു 6-7 പച്ചമുളകുണ്ട്. നല്ല എരിവ് ഉണ്ടാവും കേട്ടോ. നമുക്ക് ഫുൾ കൈ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പെട്ടെന്നൊന്ന് മൊരിച്ചെടുക്കണം, വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ മീഡിയം തീയിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് എണ്ണ നല്ല ചൂടായിരിക്കുന്നതുകൊണ്ട് പെട്ടെന്നാവും. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂണ് പിന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എരിവുള്ള മുളക് പൊടി 1.5 ടീസ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത്. പിന്നെ നമുക്കതിൻ്റെ കൂടെ തന്നെ കായപ്പൊടിയും ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയും ഉലുവപ്പൊടിയും മസ്റ്റാണ് അച്ചാറിന്, എന്നാലാണ് അച്ചാറിൻ്റെ ശരിക്കുള്ള ഒരു മണവും ടേസ്റ്റും കിട്ടുള്ളൂ. ഇനി നമുക്ക് പൊടികൾ പിന്നെ കരിഞ്ഞു പോകാണ്ട് പെട്ടെന്നൊന്ന് തീ നല്ലോണം കുറച്ചിട്ട് പെട്ടെന്നൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ പൊടികൾ മൂത്ത മണം വരുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ? അപ്പം നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ നാരങ്ങയ്ക്ക് പുളി ഇത്തിരി കൂടുതലുണ്ടാവും. അപ്പോൾ ഉപ്പ് ഒരു അത്യാവശ്യം നല്ല ഒരു 2 ടീസ്പൂണോളം ഉപ്പ് വേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്കിത് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നും കൂടി ഈ മസാല ഫുള്ള് പിന്നെ നാരങ്ങയിലേക്ക് ആകുന്ന പോലെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിപ്പോൾ ചാറ് അധികം ഇല്ല. അപ്പം നമുക്ക് കുറച്ച് ചാറ് വേണം എന്നുള്ളതുകൊണ്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടുവരും. അപ്പം നല്ല തിളപ്പിച്ച വെള്ളം തന്നെ ഒരു 1/2 ഗ്ലാസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി എനിക്കിത്ര ചാറ് മതി. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് 1 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഈ നാരങ്ങയുടെ ഇതൊന്ന് വേവുന്നിടം വരെ ഒന്ന് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വടുകപ്പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് സദ്യ സ്പെഷ്യൽ അച്ചാറാണ് കേട്ടോ. നമ്മൾ ഓണത്തിനൊക്കെ അല്ലേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഓണം സീരീസിൻ്റെ റെസിപ്പി ഇതാണ്. അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ. അപ്പം നമുക്ക് ഓണം സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.